രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിന്റെ നാണക്കേട് തീർന്നിട്ടേയില്ല. പക്ഷേ പയ്യന്നൂരിൽ ചെന്ന് കയറിക്കൊടുത്തു LDFിന്റെ AKG സെൻറ്റർ സിംഗം MV ഗോവിന്ദൻ. പയ്യന്നൂരിൽ LDF നടത്തിയ വടക്കൻ മേഖലാ ജാഥയിൽ MV ഗോവിന്ദന്റെ പ്രസംഗം കേൾക്കാൻ മാത്രം ആളുമില്ല, അണികളുമില്ല. ഒഴിഞ്ഞ കസേരകളോടും കാലിയായ സദസ്സിനോടും സംസാരിക്കുന്ന MV ഗോവിന്ദന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നാണക്കേടായി. MV ഗോവിന്ദൻ എത്താൻ വൈകി, ആളുകൾ പിരിഞ്ഞുപോയി, അത്രയുള്ള കാര്യം. അതിന് MV ഗോവിന്ദൻ പറഞ്ഞ മറുപടി എന്താണെന്നോ? ആളുകളെക്കാൾ കൂടുതൽ കസേര അവിടെ ഉണ്ടായിരുന്നു, അതാണ് സഖാക്കളെ കാര്യം. 5 മണിക്ക് വരുമെന്നറിയിച്ച് MV ഗോവിന്ദൻ വന്നത് കൃത്യം 7:30. പ്രസംഗം തുടങ്ങിയതോടെ കാത്തിരുന്ന ആൾക്കാർ എഴുന്നേറ്റ് പോയി. 10,000-ഓളം പേർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് TI മധുസൂദനൻ വ്യക്തമാക്കിയത്. പക്ഷേ പങ്കെടുത്തത് 100-ൽ താഴെ. ദൃശ്യങ്ങൾ എല്ലാം പറയുന്നുണ്ട്. സാധാരണ പയ്യന്നൂരിൽ ഒരു CPM സംസ്ഥാന നേതാവ് എത്തിയാൽ വരവേറ്റിരുന്നത് തിങ്ങി നിറഞ്ഞ സദസ്സാണ്. ഇത്തവണ തിങ്ങി നിറഞ്ഞ കസേരകളാണ് MV ഗോവിന്ദനെ അവിടെ വരവേറ്റത്. പാർട്ടി ഗ്രാമമായ കരിവള്ളൂരിൽ നിന്നും ചീമയിൽ നിന്നും വളരെ അടുത്താണ് പയ്യന്നൂർ. എന്നിട്ടും സദസ്സ് കാലിയായത് CPMനെ തെല്ലൊന്നുമല്ല അലട്ടുന്നത്. രക്തസാക്ഷി ഫണ്ട് വിവാദം കൂടി ശക്തമായതോടെ പാർട്ടിയിൽ നിന്നും അണികൾ അകലുന്നതിൻ്റെ പ്രകടമായ ലക്ഷണം തന്നെയാണിത്. തട്ടിപ്പുകാരനെ സംരക്ഷിച്ചാൽ സംരക്ഷിക്കുന്നത് പാർട്ടി നേതൃത്വമായാലും നാറുമെന്നാണ് അണികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.